ഗായ്സ് വെൽക്കം ബാക്ക് മാളു സ്റ്റോറീസ്. സോ മാളു സ്റ്റോറീസിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് ഷൂട്ടും പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇന്ന് ഒരു ഓണം ബ്ലാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്, ദെൻ ഓണത്തിൻ്റെ പ്രൊമോഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം അപ്പോൾ ഇന്ന് അതിൻ്റെ ഭാഗമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇന്ന് സാരി ഒക്കെ ഉടുക്കണം. അപ്പം നമ്മളിപ്പോൾ സമയം ഏകദേശം 8 മണിയായി. എനിക്ക് 11:30 സ്പോട്ടിലെത്തണം. അപ്പം നമ്മളൊരു 9 മണി ആകുമ്പോഴേക്ക് നമുക്ക് ബ്യൂട്ടി പാർലറിൽ എത്തണം. മേക്കപ്പ് കാര്യങ്ങൾക്കൊന്നുമല്ല, സാരി ഡ്രേപ്പ് ചെയ്യാൻ മാത്രമാണ്. മേക്കപ്പ് ഞാൻ അവിടെ ഇരുന്ന് ചെയ്യും. ജസ്റ്റ് സാരി ഡ്രേപ്പിംഗ് ചെയ്യണമെന്നുണ്ടായിരുന്നു, കാരണം നല്ല വൃത്തിയിൽ ഒക്കെ നിൽക്കണം എന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് ചെയ്യാൻ പോകുന്ന പാർലർ, നമ്മൾ എവിടെ നിന്നാണ് ചെയ്യാൻ പോകുന്ന പാർലറും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ എത്തിയിട്ട് പറഞ്ഞുതരാം ഗൈസ്. സോ നമുക്ക് വീഡിയോയിലോട്ട് ഒട്ടും സമയമില്ല. ഞാൻ സാരി എടുത്ത് വെച്ചില്ല, പിന്നെ ഇന്ന് 2 കോസ്റ്റ്യൂമിലുണ്ട്. നമുക്ക് അടുത്ത കോസ്റ്റ്യൂം ഒന്നും എടുത്ത് വെച്ചില്ല. സോ അതൊക്കെ നമുക്ക് എടുത്ത് വെക്കണം. ചായ കുടിക്കണം, കുളിയൊക്കെ കഴിഞ്ഞ് രാവിലെ തന്നെ മുടി ഉണക്കിയെടുക്കണം. അങ്ങനെ കുറേ പരിപാടി ഉണ്ട് ഗൈസ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഗൈസ്. അപ്പം ഇന്ന് നല്ല മഴയാണ് ഗൈസ്, അടിപൊളി ദിവസമാണ്. അയ്യോ, ഓട്ടോറിക്ഷ ആയതുകൊണ്ട് കഴിച്ചില്ലായി. ഗൈസ്, അപ്പം നമ്മൾ നിയോറയിലെത്തി. സോ ഞാൻ നിയോറേൻ്റെ പ്രൊമോഷൻ വർക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടുണ്ടാവും. അപ്പോൾ ഇവിടെയാണ് നമ്മളിന്ന് സാരി ഡ്രേപ്പ് ചെയ്യാൻ വന്നത്. അപ്പം അവർ സാരി ഡ്രേപ്പ് ചെയ്യാൻ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ വേഗം മേക്കപ്പ് ചെയ്യണം. ദെൻ നമുക്ക് മേക്കപ്പ് കഴിഞ്ഞതിന് ശേഷം വീഡിയോയിൽ കാണാം, കാരണം മേക്കപ്പും കൂടെ ചെയ്യുന്ന വീഡിയോ എടുക്കാനുള്ള ടൈം ഇന്ന് വളരെ കുറവാണ്. 1 മണിക്കൂറേ ഉള്ളൂ ഗൈസ്. അപ്പോൾ 1 മണിക്കൂർ കൊണ്ട് നമ്മൾ സാരി എടുക്കണം, മേക്കപ്പ് ഒക്കെ കഴിയണം. സോ നമുക്ക് വേഗം മേക്കപ്പിലോട്ട് കിടക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ സാരിയൊക്കെ ഡ്രേപ്പ് ചെയ്തു, അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഗൈസ്, ഇവരുടെ സാരി ഡ്രേപ്പിംഗ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ അമ്മേനെയും അച്ഛനെയും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ വന്നിട്ട് നമ്മൾ പോകുന്നതായിരിക്കും. സാരി അടിപൊളിയായിട്ട് എടുപ്പിച്ചു. മേക്കപ്പ് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ കുറവുകളൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ ഫുള്ള് ഇന്ന് കംപ്ലീറ്റ് ഭയങ്കര കോൺഫിഡൻസിലാണ്, ഭയങ്കര സാറ്റിസ്ഫൈഡാണ്. പുതിയ സാരി ആക്ച്വലി നമ്മളിപ്പോൾ ഒരു മുണ്ട് എടുത്ത് കൊടുക്കുന്നുണ്ട്, കാരണം ഇതിൽ ഇരുന്നിട്ട് ചളി ആവണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇത് അമ്മ ബുക്ക് ചെയ്ത സാരിയാണ്. അപ്പോൾ പ്രമോഷൻ വന്നാൽ എന്നോട് പറഞ്ഞു നീ എടുത്തോ, പക്ഷെ പൈസ ഞാനാണ് കൊടുത്തത്. ബുക്ക് ചെയ്തത് അമ്മയാണെങ്കിൽ ഞാനാണ് പൈസ എടുത്തത്. അപ്പോൾ അതുകൊണ്ട് നീ എടുത്തു പറഞ്ഞു. ഞാൻ പിന്നെ പ്രമോഷൻ അല്ല എടുത്ത് ചാമ്പാ കഴിച്ചു. പക്ഷെ ഭയങ്കര അവരും പറഞ്ഞു നല്ല ചേരുന്നുണ്ട് എനിക്ക് കളറുന്നൊക്കെ കോംപ്ലിമെന്റ് ഇടയ്ക്ക് ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ എനിക്കിത് ഇഷ്ടമില്ലേ കഴിച്ചു. പക്ഷെ നല്ല കൊടുത്തപ്പോൾ ഓക്കെ സെറ്റായി. എന്തൊക്കെ പറയാനുള്ളൂ ഓക്കെ. അതെ, ഒന്നും ഉള്ളോട്ട് വരായിട്ട് അത് പുറത്തേക്ക് വരാത്ത ആളെന്ന് പറഞ്ഞത് 2024 ഗൈസ്. അപ്പോൾ നമ്മളെ ഫസ്റ്റ് വർക്ക് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയാണ്. അത്രയും ടയേർഡായി. ഈ കോസ്റ്റ്യൂം കഴിച്ചിട്ട് നമുക്ക് വേറെ കോസ്റ്റ്യൂം മാറ്റണം. നമ്മൾ ബാലുശ്ശേരിയുള്ള ഈ ഹോട്ടലിൻ്റെ പേര് എനിക്ക് ആക്ച്വലി അറിയില്ല ഗൈസ്. മലബാർ കോഫി ഹൗസ് ആണ് പറഞ്ഞിട്ടോ ചേച്ചി. മലബാർ കോഫി ഹൗസ് എന്നുള്ള ഹോട്ടലിൽ കയറി. പക്ഷെ നമ്മൾ 3 പേരുണ്ട് ഗൈസ്. ഫുഡ് എങ്ങനെയുണ്ട് ഗൈസ്? ഏവറേജ് ആണെന്ന് പറഞ്ഞാൽ ഞാൻ കഴിച്ചിട്ട് കാണാം ഗൈസ്. നമ്മളിപ്പോൾ പോകുന്നത് സെക്കൻഡ് കോസ്റ്റ്യൂം മാറ്റണമല്ലോ. അപ്പം എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട് ഇവിടെ, ബാലുശ്ശേരി അനുഗ്രഹ എന്ന് പറഞ്ഞ ആൾ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ ബാലുശ്ശേരി ഇൻസിയോ ബ്യൂട്ടി പാർലറാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകണം. അവിടെ പോയിട്ട് നമ്മൾ ഡ്രസ്സ് ചെയ്യും ഗൈസ്. അപ്പോൾ നമ്മളിതാ ഇൻസിയോ ബ്യൂട്ടി പാർലറിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ ഡ്രസ്സൊക്കെ മാറി. ഇതാണ് ഈ ഇൻസിയോ ബ്യൂട്ടി പാർലറിൻ്റെ ഓണർ അനുഗ്രഹ ചേച്ചി. ഹായ്. അപ്പോൾ അനുഗ്രഹ ചേച്ചിന് എങ്ങനെ അറിയാതെ ഈ ചിലപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വരിക. നമ്മളെങ്ങനെ പരിചയപ്പെട്ട ഫുൾ ഇൻസ്റ്റാഗ്രാം വഴിയാണ് പരിചയപ്പെട്ടതായതൊക്കെ. പക്ഷെ ഇവിടെ തൊട്ടടുത്ത് പാർലറിലോണ്ട് എനിക്ക് വന്ന് ഡ്രസ്സ് മാറ്റാനൊക്കെ എന്താ പറയുക പെട്ടെന്ന് തന്നെ ഈ വാ പോരി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്നേഹമായിരുന്നു. സോ എന്താണ് ഇവിടുത്തെ പാർലറിൻ്റെ വിശേഷങ്ങളൊക്കെ? എന്താ പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്ക് ബ്രൈഡൽ വർക്കാണ് അധികം ഇവിടെ വരല്. അപ്പം എല്ലാവരും വരാം. ബാലുശ്ശേരി ഭാഗത്താണ് ഷോപ്പ് വരുന്നത്. ഓക്കെ, ഞാൻ നമ്പർ ഇന്ന് താഴെ കൊടുത്തത്. ബ്രൈഡൽ മേക്കപ്പ് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോകണം.
ഗൈസ് അപ്പം നമ്മൾ രണ്ടാമത്തെ കോസ്റ്റ്യൂം ഒക്കെ മാറ്റി നേരെ നമ്മൾ ഡേമാർട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊമോഷനാണ്. അടിപൊളി ഓഫേഴ്സാണ് കേട്ടോ. ബാലുശ്ശേരിക്കാർക്ക് വമ്പൻ ഓഫേഴ്സ് ആയിരിക്കും, എല്ലാത്ത ആൾക്കാർക്കും വന്നാൽ കിടക്കാൻ ഓഫേഴ്സ് ആയിരിക്കും. സോ ഞാൻ ബാക്കി പ്രൊമോഷൻ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ട് നമുക്ക് കാണാം. ഗൈസ് അങ്ങനെ നമ്മൾ വർക്ക് കഴിഞ്ഞ് ഇറങ്ങി ഗൈസ്. ഭയങ്കര ഹാപ്പി ആയി ഞാൻ, കാരണം കുറേ നല്ല ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു. അറിയാമല്ലോ, 2 കോസ്റ്റ്യൂമൊക്കെ കഴിയുമ്പോഴേക്കും ഞാൻ ചത്തുണ്ടായിരുന്നു. പക്ഷേ നല്ലൊരു അടിപൊളി വർക്കായിരുന്നു, നല്ലൊരു ക്രൂ ആയിരുന്നു. സോ സൂപ്പർ ഗൈസ്. ഇനി നിങ്ങൾ എൻ്റെ വ്ളോഗ് പിന്നെ ഇവിടെ ഇറങ്ങാൻ പോകുന്ന വീഡിയോ ഒക്കെ കണ്ട് ഇവിടെ വന്ന് പർച്ചേസ് ഒക്കെ ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മളിതാ വീട്ടിലെത്തി, ഡ്രസ്സൊക്കെ മാറി. ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. അപ്പോൾ ഏകദേശം ഇപ്പോൾ രാത്രി ഒരു 8 മണിക്കായി. അപ്പം ഇനി നമുക്ക് വേഗം ഫുഡ് കഴിക്കാം. പക്ഷേ ഇന്നത്തെ ഫുഡ് ചോറും ചിക്കൻ കറിയാണ്. അപ്പം ഇന്നത്തെ ഡേ അത്രയുള്ളൂ. 2 പ്രൊമോഷനാണ് കഴിഞ്ഞിട്ട് കൂടുതൽ പ്രത്യേകിച്ച് വലിയ വീഡിയോസൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം അവിടെ തന്നെ ഓൾറെഡി അത്യാവശ്യം നല്ല ഷൂട്ടിംഗ് ഉണ്ട്. ഇപ്പം തൊണ്ട പോയി കിടക്കുകയാണ്. നാളെ നമുക്ക് കണ്ണൂരാണ് വർക്ക്. അപ്പം നാളെ നമുക്ക് കണ്ണൂർ വ്ളോഗൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. സോ ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ മാളു സ്റ്റോറീസിൻ്റെ പുതിയ വീഡിയോകൾ കാണുന്നവരെ ബൈ.